ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ബട്ടർ മിൽക്ക് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അര കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിൽ 6 എഗ്ഗും പാലിനനുസരിച്ചും ചേർത്ത് നല്ലപോലെ അടിച്ചങ്ങ് പതപ്പിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ ആ പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കേട്ടോ. പൊടിച്ചത് അതിൻ്റെ കയ്യിൽ നിന്നെല്ലാം തീർന്നപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് പഞ്ചസാര ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത് നല്ലപോലെ പതഞ്ഞ് നമ്മൾ വെള്ള കളർ വരത്തില്ലേ, അതിന് ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓവർനൈറ്റ് ആവില്ല, അതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെയായിട്ട് ഇട്ട് ആ ബട്ടർ മിൽക്കും കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ കളർ ഒഴിച്ചിട്ടാണ്. നമ്മൾ ലിക്വിഡ് കളറായിരുന്നു സൂപ്പർ റെഡിൻ്റെ. നമ്മൾ അത് ഒഴിച്ച ശേഷം കുറേശ്ശെ കളർ നോക്കിയാണ് ഞാൻ ഒഴിച്ച് കുറേശ്ശെ നമ്മൾ അഥവാ കൂടിപ്പോയാൽ അതൊരു വിഷയമില്ല, നമ്മളൊരു ഇതാവണ്ടെന്ന് വെച്ച് കുറേശ്ശായിട്ട് ഒഴിച്ചു. അപ്പോൾ കളർ റെഡി ആയിട്ടില്ലായിരുന്നു, അങ്ങനെ നമ്മൾ കുറേശ്ശേയും കൂടി ഒഴിച്ചു. ഒരു 2 ഡ്രോപ്സ് അങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇച്ചിരി പൊടി ഇരിപ്പുണ്ടായിരുന്നു. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് മാറ്റി വെച്ചിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരെ 8 ഇഞ്ച് ട്രേയിലോട്ട് ബാറ്റർ ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. എൻ്റെ കയ്യിൽ അതിനുശേഷം അതിൻ്റെ നമ്മൾ ഹാഫാണ് എടുത്തത്. ഒരു 5 ഇഞ്ചിൻ്റെ ട്രെയും കൂടി അതിൻ്റെ അതും കൂടി റെഡി 2 ടയർ കേക്കായിരുന്നു. അപ്പോൾ അതിലോട്ടും കൂടി ആക്കി നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് 2 ഒരേ സമയം തന്നെ വെച്ച് അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരു വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് പറ്റി നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചില്ലായിരുന്നു, അപ്പോൾ നല്ല കട്ടിയായിരുന്നു. എന്നാലും പോയിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ കേക്ക് എല്ലാം മുറിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു കൊക്കോ പൗഡർ കൂടിപ്പോകണ്ടാന്ന് തോന്നുന്നു, എനിക്ക് അത്ര കറക്റ്റായിട്ട് റെഡ് വന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. കൊള്ളാം, കസ്റ്റമർ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. അതിൽ കുറേ കുഞ്ഞ് കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ലെയറും എല്ലാം അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ ചോക്കോ ചിപ്സാണ് ഇട്ടത് കേട്ടോ. അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ടാണ് വെച്ചത്. പിന്നെ അതേപോലെ തന്നെ വലിയ കേക്കും കൂടി സെറ്റ് ചെയ്തു. അതും ഷുഗർ സിറപ്പ് ഒഴിച്ച് വിപ്പിംഗ് ക്രീം ഇട്ടു. ഫസ്റ്റ് ലെയർ തന്നെ അതിൻ്റെ അത് ചോക്കോ ചിപ്സ് തന്നെ കേട്ടോ. നമുക്ക് കേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ വിളിച്ച് വന്ന് പറഞ്ഞൊരു ഓർഡറായിരുന്നു. അപ്പം അന്ന് നമ്മുടെ വീട്ടിലോട്ട് തന്നെ ആയിരുന്നു. എൻ്റെ ചേട്ടൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കേക്ക് വേണം, മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യം 2 ടയർ ആയിട്ടല്ലായിരുന്നു പ്ലാൻ പറഞ്ഞത്, ഒരു ലെയറായിട്ട് മതി, നല്ലൊരു കാണാൻ ലുക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്നൊക്കെ മതിയെന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് 2 ടയർ വേണമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച ശേഷം ഫൈനൽ കോട്ടിനായിട്ട് എടുത്തു. വലിയ കേക്കിന് ഫൈനൽ കോട്ടിനായിട്ട് എടുത്തു. അത്യാവശ്യം നല്ല ക്രീം കട്ടിയായിപ്പോയി, എന്ന് വെച്ചാൽ നല്ലപോലെ അങ്ങ് സ്റ്റിഫായി പോയിട്ട് ഇച്ചിരി പാടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എല്ലാം റെഡിയായി. പിന്നെ ആ നൈഫ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളതിൽ ഈ റിബൺ ഉണ്ടല്ലോ, അത് ഞാൻ താഴെയായിട്ട് റെഡിയാക്കി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കത്രിക പണി വെട്ടിച്ചു, എന്നാലും പോട്ടോ അത്യാവശ്യം റെഡിയാക്കി കൊടുത്തു. അത് സെക്കൻഡ് ലെയറിൽ ഞാൻ അങ്ങനെ തന്നെ കേട്ടോ, ആ റിബൺ വെച്ച് നമ്മൾ കറക്കി കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് മേലിൽ സ്റ്റെൻസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് ഫ്ലോപ്പായി. പിന്നെ അഴിച്ചപ്പോൾ എനിക്ക് അത് നല്ലപോലെ വന്നു. പിന്നെ നമ്മൾ ബോർഡൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അത് നേരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേക്ക് എടുത്ത് വെക്കാനായിട്ട് വെച്ചു കേട്ടോ. അത് ഒരു വലിയൊരു ടാസ്ക് പിടിച്ച കാര്യമല്ലേ, എന്നാലും പോട്ടെ നമ്മളത് സെറ്റ് ചെയ്തു. കറക്റ്റായിട്ട് വെക്കണ്ടായോ, അങ്ങനെ എന്താണ്ട് അതെല്ലാം സെറ്റ് ചെയ്തു നമ്മൾ. പിന്നെ അതിൻ്റെ അകത്തുള്ള കുലുങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ വെക്കത്തില്ല, അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം ചെയ്തിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഇന്നത്തെ സൂപ്പർ റെഡ് കളർ ഒഴിച്ചിട്ട് നമ്മുടെ ഈ റോസ് ഫ്ലവർ ഉണ്ടാകത്തില്ലേ, ആ നോസിൽ വെച്ചിട്ട് നമ്മളത് ഇങ്ങനൊരു ഫ്ലവർ കൊടുത്തത്. പിന്നെ നേരെ നമ്മൾ പേര് എഴുതണം, നെയിം എഴുതാനായിട്ട് ഫോണൻ്റില്ലാത്ത നെയിമും എഴുതി. പിന്നെ 15 വയസ്സിൻ്റെതും വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി, നെയിം എഴുതി, ഇതെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്ന് വെച്ചാൽ കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഒക്കെ വെച്ചു. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ എല്ലാം വെച്ചു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.